ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഇത് ഞങ്ങൾ ന്യൂ ഇയറിൻ്റെ തലേന്ന് എടുത്തൊരു വീഡിയോ ആണ്. അതായത് ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഐസലാടി കൊക്കോ എന്ന് പറഞ്ഞ് പൂവാറിലുള്ളൊരു റിസോർട്ടിലാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അവരുമായിട്ടാണ് ഞങ്ങളിത് ആഘോഷിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പൂവാറിലേക്ക്. പൂവാർ ട്രിവാൻഡ്രത്തുള്ളൊരു പ്ലേസാണ്. അപ്പോൾ ഏകദേശം ഒരു 11:30 ഒക്കെ ആയപ്പോൾ നമ്മൾ ജേണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യം നമ്മൾ വിഷ്ണുവിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ നമുക്ക് കൗതുകമായ ഒരു കാഴ്ച ഈ ഓർണമെൻ്റൽ ഫിഷസൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ എത്രയോ നേരം ഋഷിക്കുട്ടൻ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നിൽക്കുമായിരുന്നു. പിന്നെ ഇതേ ഇവിടെ 2 സുന്ദരികൾ നിൽക്കുന്നുണ്ടോ, നല്ല കളർഫുള്ളായിട്ടുള്ള 2 പാരറ്റ്സ്. എന്തായാലും നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇതേ എൻ്റെ കൂട്ടുകാരി ശരണ്യയുടെ വാവ. ആളൊരു കണ്ണാടിയൊക്കെ വെച്ച് ഭയങ്കര ഗമയിലായിട്ട് ടാറ്റയൊന്നും തന്നില്ല ചോദിച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹീറോ ഉണ്ണിക്കുട്ടൻ. ജാനിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രണ്ടാണ് ഉണ്ണിക്കുട്ടൻ. നമുക്ക് ഇതുപോലെ ട്രാവലൊക്കെ പോകുമ്പോൾ അവർ രണ്ടുപേരാണ് കമ്പനി. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ഈ വീട്ടിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ശരത്തിൻ്റെ വണ്ടിയിലാണ് ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. വളരെ ഐശ്വര്യമായിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ പാത്തുക്കുട്ടിയതേ അവളുടെ സ്റ്റൈൽ ഒട്ടും മാറ്റിയിട്ടില്ല. ഒരല്പം പോലും ചിരിക്കാൻ തയ്യാറല്ല. അവൾ വീണ്ടും കണ്ണാടി വെച്ച് അങ്ങനെ ഗമയിലൊക്കെ ഇരിക്കുവാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 12:30-1 മണിയായി. ഞങ്ങൾക്ക് വിശന്ന് തുടങ്ങി. അപ്പം ആസ് യൂഷ്വൽ നമ്മുടെ ആദ്യത്തെ പരിപാടി എപ്പോഴും ഫുഡിങ് പരിപാടി തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ബൈപ്പാസിന് അടുത്തുള്ളൊരു ഹോട്ടൽ, അശ്വതി ഹോട്ടലിന് അത്യാവശ്യം ഫേമസ് ആണ് കേട്ടോ. നാടൻ ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലാണ്. അപ്പോൾ അവിടെ വന്നു. അപ്പം നമുക്ക് ഇലയിലാണ് ഊണൊക്കെ വിളമ്പി തന്നത്. അപ്പോൾ ഇത് ഇങ്ങനൊരു സ്ലേറ്റിലാണ് കേട്ടോ അവരുടെ മീനിൻ്റെ ഐറ്റംസൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റേറ്റും ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മീൻ വേണമെങ്കിൽ നമുക്ക് അകത്ത് പോയി സെലക്ട് ചെയ്യാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീഡിയോ കണ്ണുകൾ അല്ലെങ്കിൽ ക്യാമറ കണ്ണുകളുമായിട്ട് ഞാൻ അവരുടെ അടുക്കളയിലൊക്കെ ഒന്ന് പോയി നോക്കി കേട്ടോ. അപ്പോൾ ഇതുപോലെ ചോറ്, കപ്പ വേവിച്ചതും അതുപോലെ പാഴ്സലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ നെത്തോലി ഫ്രൈ ചെയ്തത്, അയല ഫ്രൈ ചെയ്തത്, പിന്നെ ഈ കാണുന്ന കൊഴുവപ്പാര എന്ന് പറയുന്നൊരു ഫിഷാണ്. ഓക്കെ, അപ്പോൾ അതവർ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ക്യാമറയായിട്ട് പോയതുകൊണ്ട് തന്നെ പുള്ളി എനിക്ക് അത്യാവശ്യം എല്ലാ അടുക്കളയിനകത്തുള്ള ഐറ്റംസൊക്കെ ഒന്ന് കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ അവരവിടെ തലക്കറി വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു, നെമ്മീൻ്റെ തലക്കറി. അപ്പോൾ അതിങ്ങനെ തിളച്ച് നിൽക്കും കേട്ടോ. കാണാനും നല്ല രസമുണ്ട്, നല്ല മണം അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ തലക്കറി ഇങ്ങനെ റെഡിയായി വരികയാണ്. ഇവിടെ അതേ ചൂരമീൻ്റെ തലക്കറി ഓൾറെഡി റെഡി ആയതാണ് കേട്ടോ. അപ്പം അതൊക്കെ അവർക്കൊരു മടിയില്ലായിരുന്നു കേട്ടോ. ചോദിച്ചപ്പോൾ തന്നെ അവർ പെട്ടെന്ന് എല്ലാം വന്ന് കാണിച്ചു തന്നു. എല്ലാം എനിക്ക് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നായിരുന്നു. ഇവർക്ക് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഒത്തിരി പാഴ്സലും ഓർഡേഴ്സൊക്കെ വരുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അതിനിടയിലാണ് ഈ ചേട്ടന്മാർ ഈ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ എന്തായാലും ഫുഡും അതനുസരിച്ച് നല്ല ഫുഡ് തന്നെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ കൊഴുവമ്പാര എന്ന് പറയുന്നൊരു ഫിഷിൻ്റെ ഫ്രൈയും അതുപോലെ നെത്തോലി ഫ്രൈയും ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോറിൻ്റെ കൂടെ. അങ്ങനെ നമ്മൾ വളരെ ആസ്വദിച്ച് മീനൊക്കെ കൂട്ടി ചോറൊക്കെ ഉണ്ടു. അതെന്തായാലും ഗംഭീരമായിട്ടുള്ളൊരു തുടക്കമായിരുന്നു. അപ്പോൾ ഈ ഒരു കുഞ്ഞ് ഹോട്ടലിരിക്കുന്ന സ്ഥലം ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പാച്ചല്ലൂർ, അതായത് ബൈപ്പാസ് റോഡ് പാച്ചല്ലൂർ എന്നാണ് അവർ ഇതിൽ ലൊക്കേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഓവറോൾ വ്യൂ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഇൻ കേസ് നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ പോകുമ്പോൾ ഈ ഒരു റൂട്ട് പോവുകയാണെങ്കിൽ ഇവിടെ കയറി ധൈര്യമായിട്ട് കഴിക്കാം. നമുക്ക് സേഫാണ്, വേറെ കുഴപ്പമൊന്നും നമുക്കില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞു നമ്മുടെ യാത്ര വീണ്ടും ആരംഭിച്ചു ടു ഐസലാടി കൊക്കോ. ഇപ്പോൾ പിള്ളേർ ഭയങ്കര പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. ആ പാട്ടൊക്കെ കേട്ട് നമ്മുടെ പാത്തുവിൻ്റെ മുഖത്തൊരു ചെറിയ ചിരിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരാവേ. അപ്പോൾ അതുവരെ ബൈ.